ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചിരട്ടയും കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചിരട്ടയിൽ സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ല വൃത്തിയാക്കി എടുക്കുകയാണ്. അതിൻ്റെ മുകളിലത്തെ മുരിമുരിവൊക്കെ പോയിട്ട് കറക്റ്റായ ഡിസൈനൊക്കെ വരണമല്ലോ. അങ്ങനെ ചിരട്ടയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കണം. അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, തല്ലി അങ്ങ് പൊട്ടിക്കുക, കിട്ടുന്ന ഷേപ്പ്. അതാണ് നമുക്ക് വേണ്ട സാധനം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബലൂണ്. അപ്പോൾ ഈ ബലൂണ് വീർപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചിരട്ട പൊട്ടിച്ച പീസുകളൊക്കെ കൂടിയിട്ട് ഗമ്മ് വെച്ച് ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. ചിരട്ടയും കൂടി തമ്മിൽ ഒട്ടണം കേട്ടോ. അതിൻ്റെ കൂടത്ത് ബലൂണിലും ഗമ്മാവുമ്പോൾ ബലൂണിൽ നമ്മൾ ചിരട്ട ഒട്ടും. അങ്ങനെ ഈ ചിരട്ടകളൊക്കെ തമ്മിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ഒരു പാത്രം ഉണ്ടാക്കാം. പൂവോ അതേപോലെ ഫ്രൂട്ട്സോ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടാക്കാൻ പറ്റുന്ന സൈസിലുള്ള പാത്രമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് കണ്ടറിയാം. കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഗമ്മ് കയ്യിലാകുമ്പോൾ കയ്യിലൊട്ടും. പിന്നെ ചിരട്ട പീസ് കറക്റ്റ് ലെവലല്ലാത്തത് കൊണ്ട് അത് സെറ്റ് ചെയ്ത് വെച്ച് നോക്കി അങ്ങനെ ഒട്ടിച്ചെടുക്കണം. അങ്ങനെ ഏറെക്കുറെ നമ്മൾ ചിരട്ടപ്പൊട്ടൊക്കെ ഒട്ടിച്ച് തീരാനായി. നമുക്ക് ഈ ബലൂണിൻ്റെ മുഴുവൻ ഭാഗത്ത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല, ഒരു പകുതി ഭാഗം ഒട്ടിച്ചെടുത്താൽ മതി. ഇത് കണ്ടല്ലേ. ഇനി ഇത് ബലൂൺ നമുക്ക് മെല്ലെ പൊട്ടിക്കണം. അതിൻ്റെ എയർ കളയുമ്പോൾ അതൊന്ന് വിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ എയർ കളഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക് ഏത് രീതിയിലാണിത് വിട്ട് വരുന്നതെന്ന്. എയർ പോലും സ്ലോ ആയപ്പോൾ ഒന്നും കൂടി കട്ട് ചെയ്തിട്ടോ. ഇപ്പോൾ പെട്ടെന്ന് പോയി തീരുന്നുണ്ട്. അതുണ്ടോ, എഡ്ജിലൊക്കെ ഒന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു പാത്രത്തിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളിലൊക്കെ ആ ബലൂണ് ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ ഇനി പെയിൻറ്റൊക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം പക്കയാവും. ഇത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു റിങ്ങാണ്. ഇത് നമ്മൾ ചിരട്ടയെ തന്നെ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇനി നമ്മൾ ആ നേരത്തെ ചെയ്ത പാത്രം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ചിരട്ടൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഗമ്മ് വെക്കാം. ഗമ്മ് വെച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം വെറുതെ അങ്ങ് എടുത്ത് വെച്ചാൽ മതി, അതങ്ങ് സെറ്റായിക്കോളും. ഈ ഗമ്മ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല സ്ട്രോങ് കൂടി ഗമ്മായതുകൊണ്ട് കയ്യിലോ കാലിലോ ആയിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, ഒട്ടിപ്പിടിച്ചു പോകും. അപ്പോൾ ഗമ്മൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാത്രം പോലെയുള്ളത് എടുത്ത് വെക്കാം. കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്